നല്ല ക്ലീൻ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ വില്ലനായിട്ട് വരുന്നത് വീട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പൊടിയാണ്. പലതരത്തിലുള്ള അലർജീസും ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാനും കഴിയില്ല. ഒരു ദിവസത്തിൽ പലതവണ ഒരേ സ്ഥലം തന്നെ വീണ്ടും വീണ്ടും ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറില്ലേ? പൊടിയിൽ നിന്ന് നമ്മുടെ വീടിനെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചെറിയ ചില സിമ്പിൾ ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊതുവേ നമ്മൾ ടെസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് വീട്ടിലെ ഏതെങ്കിലും പഴയ തുണികളായിരിക്കും. പഴയ ടീഷർട്ടുകൾ, കുട്ടികളുടെ ഡ്രസ്സുകൾ, അങ്ങനത്തെ എന്തെങ്കിലും പഴയ തുണി വെച്ചിട്ടാണ് നമ്മൾ പൊതുവെ ഡസ്റ്റ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിക്കാം. മറ്റ് നോർമൽ തുണികൾ വെച്ച് നമ്മൾ പൊടി തുടയ്ക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തുള്ള പൊടി മറ്റൊരു ഭാഗത്തേക്ക് സ്പ്രെഡ് ആകുന്നതിനാണ് കൂടുതലായിട്ട് സാധ്യതയുള്ളത്. എന്നാൽ മൈക്രോ ഫൈബർ ക്ലോത്ത് ക്ലീനിങ്ങിന് മാത്രമായിട്ടുള്ളതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസൈനിങ്ങിൽ ചെറിയ വെഡ്ജസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ പൊടി തോക്കുന്ന സമയത്ത് ഈ വെഡ്ജസിനുള്ളിലേക്ക് പൊടി ട്രാപ്പായിരിക്കും. പൊടി പൂർണ്ണമായിട്ടും വെഡ്ജസിനുള്ളിലേക്ക് ട്രാപ്പായിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ തുടച്ചെടുക്കുന്ന പൊടി ഇതിനുള്ളിലേക്ക് തന്നെ വരികയും വേറൊരു ഭാഗത്തേക്ക് അത് സ്പ്രെഡ് ആകുന്നതിനുള്ള ചാൻസ് വളരെ കുറയുകയും ചെയ്യും. മൈക്രോ ഫൈബർ ക്ലോത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം ഇത് വളരെ സോഫ്റ്റുമാണ്. അതുകൊണ്ട് നമുക്ക് അപ്ലയൻസസ് ഒക്കെ തുടയ്ക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. സ്ക്രാച്ച് ഒന്നും തന്നെ വീഴുകയില്ല. പൊടി നമ്മൾ വൃത്തിയായിട്ട് തുടച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും അതേ സ്ഥലത്ത് പൊടിയായിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ആയിട്ട് തുടയ്ക്കുന്നതാണ്. നമ്മളിങ്ങനെ ഡ്രൈ ഡസ്റ്റ് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് നിന്ന് പൊടി മറ്റൊരു സ്ഥലത്തേക്ക് സ്പ്രെഡ് ആകാൻ മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പൊ ഇതിനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണി ഒന്ന് നനച്ചതിന് ശേഷം അത് വെച്ച് തുടയ്ക്കുക. നമ്മുടെ വീട്ടിലെ അപ്ലയൻസസ് ഒക്കെ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് ഒരുപാട് നമ്മൾ വെള്ളം നനയ്ക്കാതെ വേണം തുടയ്ക്കാനായിട്ട്. ഇതുപോലെ തുണി നനച്ചതിന് ശേഷം നമ്മൾ വൈപ്പ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ആ പൊടി നമ്മുടെ ഈ തുണിയുടെ ഉള്ളിലേക്ക് ട്രാപ്പായി കിട്ടും. പൊതുവേ നമ്മൾ പൊടി തുടയ്ക്കുന്ന സമയത്ത് പുറമേയുള്ള ഭാഗങ്ങൾ, ഇപ്പോൾ കബോർഡ്സ് ഒക്കെ ആണെങ്കിൽ കബോർഡ് നമ്മൾ മൊത്തത്തിലൊന്ന് തുടയ്ക്കും. ആ കബോർഡിന് ഉള്ളിലിരിക്കുന്ന ചെറിയ ചെറിയ ഐറ്റംസ് എടുത്ത് നമ്മൾ തുടയ്ക്കാൻ മറന്നു പോകാറുണ്ട്. ചെറിയ ചെറിയ സ്പേസസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കീബോർഡ് തന്നെ നോക്കാം. കീബോർഡിനിടയിലുള്ള ഈ സ്പേസസിനിടയ്ക്ക് വളരെ ചെറിയ സ്പേസ് ആണ്, എന്നാൽ പോലും അതിനുള്ളിൽ എത്രയധികം പൊടിയാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ വീട്ടിലെ ഷോക്കേസോ ഷെൽഫ്സ് ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഓരോ ഒബ്ജക്ട്സും എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാം. നമ്മൾ പല വീഡിയോയിലും പറയുന്ന കാര്യമാണ് ഡീക്ലട്ടറിങ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. വീടിന്റെ പല ഭാഗങ്ങളും നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഐറ്റംസ് ഉടനെ തന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. പൊടിയെ അട്രാക്ട് ചെയ്യുന്ന ചില ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്ന ബുക്സ് ഒക്കെ ആണെങ്കിൽ ബുക്സിലൊക്കെ നിറയെ പൊടി ഡെയിലി നമ്മൾക്ക് തുടയ്ക്കേണ്ടതായിട്ട് വരും. വീട്ടിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഐറ്റംസ് വളരെ കുറവ് ഐറ്റംസ് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്താം. വളരെ അത്യാവശ്യത്തിനുള്ള ഐറ്റംസ് മാത്രം വെച്ചതിന് ശേഷം നമ്മൾ ആ ഭാഗങ്ങൾ വൃത്തിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ്, അലർജീസ് ഒക്കെ പോലത്തെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടൊരു ഓർഡറിലാണ് നമ്മൾ നമ്മുടെ വീട് വൃത്തിയാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പൊടിയുടെ ഇഷ്യൂ അത്രയധികം നമ്മുടെ വീട്ടിൽ ഉണ്ടാകില്ല. ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് ഒരു ക്ലീനിങ് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാന്നുള്ളതാണ്. ഈ ക്ലീനിങ് റൂട്ടീൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഡെയിലി ക്ലീനിങ് റൂട്ടീൻ, അതുപോലെ വീക്ക്ലി ക്ലീനിങ് റൂട്ടീൻ, പിന്നെ മന്ത്ലി ക്ലീനിങ് റൂട്ടീൻ, അങ്ങനെ കൃത്യമായിട്ടൊരു ഓർഡറിൽ നമ്മൾ ഉണ്ടാക്കി പോവാം. വീക്കിലി ക്ലീനിങ് റൂട്ടീൻ എല്ലാം വെച്ച് നമ്മൾ ഓരോ ദിവസം വീട്ടിലെ ഓരോ ഭാഗങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്ഥലവും നമുക്ക് ഒറ്റയടിക്ക് ഒരുമിച്ച് വൃത്തിയാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരില്ല. വീടിന്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ദിവസം എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ അനുസരിച്ച് നമ്മൾ ഒരു ക്ലീനിങ് റൂട്ടീൻ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കാം.
ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള ക്ലീനിങ് ലിസ്റ്റുകൾ നമ്മൾ എവിടെയെങ്കിലും പെട്ടെന്ന് കാണുന്ന ഭാഗത്ത് നമ്മൾ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഡോറിൻ്റെ പിന്നിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ഒക്കെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഡെയിലി ഏത് ജോലിയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ബോധം ഉണ്ടാവും. അത് നോക്കി നമുക്ക് ഉടനെ തന്നെ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ അത് ഫോളോ ചെയ്യാനായിട്ടും സാധിക്കും. വീട്ടിൽ പൊടി അടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ അപ്ലയൻസസിനെയൊക്കെ പൊടിയിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അടുത്തൊരു പോയിന്റ്. നമ്മുടെ വീട്ടിലുള്ള അപ്ലയൻസസ് ഓപ്പൺ സ്പേസസിലാണ് നമ്മൾ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തുണി കൊണ്ട് എങ്ങാനും ഇതുപോലെ മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. പൊടിയെ ഇതെല്ലാം അട്രാക്ട് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് ഒഴിവാക്കാം. തുണി ഉപയോഗിക്കുന്നതിന് പുറമെ നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് മേടിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ കവറുകൾ ഉണ്ടല്ലോ, അത് നമുക്ക് എടുത്തു വെച്ച് അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് മൂടി വെക്കാനായിട്ട് ഉപയോഗിക്കാം. ഉപയോഗം കഴിയുന്ന വഴി തന്നെ ഇതുപോലെ അടച്ച് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാം. പൊതുവെ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയയിലായിരിക്കും നമ്മൾ വാഷിംഗ് മെഷീൻ ഒക്കെ വെച്ചിരിക്കുക. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഡെയിലി വാഷിംഗ് മെഷീനിൽ പൊടി അടിഞ്ഞുകൂടാനായിട്ട് സാധ്യതയുണ്ട്. അതിന്റെ ഡിസൈനിനനുസരിച്ച് പലതരത്തിലുള്ള കവറുകൾ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഇതുപോലെ കവർ ഇട്ട് വാഷിംഗ് മെഷീനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാം. വീടുകളിൽ പൊടി അടിഞ്ഞുകൂടാൻ ചാൻസ് ഉള്ള മറ്റൊരു ഭാഗമാണ് നമ്മുടെ ബെഡ്ഷീറ്റ്. വീക്കിലി വൺസ് നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റുന്ന ബെഡ്ഷീറ്റ് കൃത്യമായിട്ട് ഹോട്ട് വാട്ടറിൽ എങ്ങാൻ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത വിധത്തിൽ ബെഡ്ഷീറ്റിലുള്ള പൊടി നമുക്ക് പലതരത്തിലുള്ള അലർജീസ് ഉണ്ടാക്കാനായിട്ടും കാരണമാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലീനിങ് റൂട്ടീനിൽ ഏതെങ്കിലും ഒരു ദിവസം കൃത്യമായിട്ട് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് അസൈൻ ചെയ്ത് അത് കൃത്യമായിട്ട് നമുക്ക് ഫോളോ ചെയ്യാം. ക്ലീൻ ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വീട് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണെങ്കിൽ പോലും ഡെയിലി ക്ലീനിങ്ങിൽ നമ്മളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നത് വീടിന്റെ പല ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പൊടിയാണ്. അലർജീസും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഒരു ഡസ്റ്റ് ഫ്രീ എൻവയോൺമെന്റ് നമ്മുടെ വീടിനുള്ളിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം.